അപ്പോൾ ഈ മാനിഫെസ്റ്റേഷൻ സീരീസിൻ്റെ ഡേ 7ലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നലെ ഡേ 6 നമ്മൾ 5 സ്റ്റെപ്സ് പറഞ്ഞു ആ ഒരു പ്രോസസ്സിലേക്ക്. അപ്പോൾ അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് നമ്മൾ ഫീൽ ചെയ്യുക എന്നുള്ളതാണ്. ഇങ്ങനെ നിങ്ങൾ മാനിഫെസ്റ്റേഷൻ ശ്രമിക്കുകയാണെങ്കിൽ, ഈ ഒരു പ്രോസസ്സ് ഉപയോഗിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് തിരിഞ്ഞു നോക്കേണ്ടി വരില്ല. എന്തായാലും നിങ്ങളുടെ ആ മാനിഫെസ്റ്റേഷൻ നടന്നിരിക്കും. എന്താണെന്ന് വെച്ചാൽ ഇമ്പോർട്ടൻ്റ് ആണിത്. നിങ്ങൾ വളരെയധികം ഫീൽ ചെയ്യുക, വിഷ്വലൈസ് ചെയ്യുക, ഫീൽ ചെയ്യുക. ജസ്റ്റ് നോട്ട് തിങ്ക് അബൌട്ട് ദറ്റ്. അത് നടന്നു എന്നുള്ളത് വെറുതെ ചിന്തിക്കുകയല്ലാതെ ജസ്റ്റ് ഫീൽ ദറ്റ്. നമ്മളുടെ പഞ്ചേന്ദ്രിയങ്ങൾ വെച്ചിട്ട്, അതായത് നിങ്ങളത് കാണുക, നിങ്ങളതിനെ കേൾക്കുക, നിങ്ങളതിനെ ടച്ച് ചെയ്ത് ഫീൽ ചെയ്യുക, അതിനെ സെൻസ് ചെയ്യുക, സ്മെൽ ചെയ്യുക, അത് നിങ്ങൾ ടേസ്റ്റ് ചെയ്യുക എന്ന് പറഞ്ഞ പോലെ പഞ്ചേന്ദ്രിയങ്ങൾ ഉപയോഗിച്ച് നിങ്ങൾ യു ആർ ലിവിങ് ദാറ്റ് ലൈഫ്. നമ്മൾ ആ ജീവിതം ജീവിക്കുകയാണ്. നിങ്ങളിപ്പോൾ ഒരു കാറാണ്, അല്ലെങ്കിൽ നിങ്ങൾ വീട്ടിലാണെങ്കിൽ നിങ്ങൾ അതിൻ്റെ ഉള്ളിൽ നിങ്ങൾ താമസിക്കുന്നതായിട്ട്, കാറാണെങ്കിൽ നിങ്ങളത് ഡ്രൈവ് ചെയ്യുന്നതായിട്ട്, അങ്ങനെ അത് ഫീൽ ചെയ്തുകൊണ്ട് നിങ്ങൾ മാനിഫെസ്റ്റേഷൻസിന് വേണ്ടി ശ്രമിക്കുകയാണെങ്കിൽ ഒന്നും നിങ്ങളെ തടയാൻ പറ്റില്ല. അങ്ങനെ ഒരു മൈൻഡ് പവറോട് കൂടിയിട്ട് നിങ്ങൾ മാനിഫെസ്റ്റേഷൻ പ്രോസസ്സിന് ശ്രമിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും നിങ്ങളുടെ മാനിഫെസ്റ്റേഷൻ നടന്നിരിക്കും. അപ്പോൾ നിങ്ങൾ വിഷ്വലൈസേഷൻ ചെയ്യുമ്പോഴോ ഫീൽ ചെയ്യുമ്പോഴോ അത് വളരെ തീവ്രതയോട് കൂടിയിട്ട് അത് ഫീൽ ചെയ്യുകയാണെങ്കിൽ അത് എന്ത് തന്നെ വന്നാലും നിങ്ങൾക്കത് നടന്ന് കിട്ടുക തന്നെ ചെയ്യും. അപ്പോൾ എല്ലാവരും നിങ്ങളുടെ ഒരു ഡ്രീം സ്റ്റേറ്റ്മെൻറ്റിനെ നിങ്ങൾ ഗോൾ ആക്കി മാറ്റുമ്പോൾ, അത് മാനിഫെസ്റ്റ് ചെയ്യുന്ന സമയത്ത് വളരെയധികം ഫീലിങ്സോട് കൂടിയിട്ട് ഈ മാനിഫെസ്റ്റേഷൻ പ്രോസസ്സ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും നടക്കുന്നതായിരിക്കും. താങ്ക്